അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ. എല്ലാം അറിയുന്നവനായി അള്ളാഹു മാത്രമാണ് എന്നാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു മുസ്ലിയാർ സമൂഹത്തിനെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം. അള്ളാഹു ഭൂമി ലോകം സൃഷ്ടിച്ചതു മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര ഇലകൾ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടാകും. അത്രയും എണ്ണം ഇല അതെത്രയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കഴിയുന്ന ഒരാളുണ്ട്, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ള പവർ ഉണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി 1078 ജനിച്ച് 1166 മരണപ്പെട്ട 78 വർഷം മാത്രം ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്ന ആ മഹാൻ, അദ്ദേഹത്തിന് ഈ ലോകം പടച്ചതു മുതൽ അന്ത്യനാൾ വരെയുള്ള അതിനിടയിലുള്ള എല്ലാ ഇലകളുടെയും എണ്ണം വരെ അറിയാം എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിലേക്ക് ആ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടുവരികയാണ്, അള്ളാഹുവിനെ സമപ്പെടുത്തുകയാണ്. എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രം എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അല്ലാത്ത ഒരാളും എല്ലാം അറിയുന്നതായിട്ടില്ല. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രം. അഷ്റഫുൽ ഖൽക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഗൈബ് അറിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? വലൗ കുന്തു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ. എനിക്കൊരു ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ, അദൃശ്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് ഖൈറുകൾ നേടിയെടുക്കുമായിരുന്നു, എന്നെ ദോഷബാധ ബാധിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനേക്കാൾ വലിയ മഹത്വമുള്ള ആളല്ലോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്നുള്ളത്. അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരുടെ ഉസ്താദുമാരുടെ തട്ടിപ്പിനെ പിടികൂടണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മാലകളിൽ മൗലൂദുകളിൽ എഴുതി വച്ചതിനെ അവർ ഇന്ന് പബ്ലിക്കായിക്കൊണ്ട് പച്ചയായി വിശദീകരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സമൂഹമേ, നിങ്ങൾ തിരിച്ചറിയണം. വിശ്വാസികളെ, നിങ്ങൾ ഇവരുടെ കപടതയെ തിരിച്ചറിയുകയും ഷിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.